എന്തുകൊണ്ടാണ് ദൈവം അബ്രഹാമിന്റെ തലമുറകൾ അനുഗ്രഹിച്ചത്? Why did God bless the descendants of Abraham? എന്തുകൊണ്ടാണ് ഇന്നും ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നത്? Why is God still blessing the people of Israel? ഒരൊറ്റ മനുഷ്യൻ, Because of one person, Abraham. നമുക്കിതൊരു ഒരു പാഠമല്ലേ? Now this is a lesson for us. നമുക്കിതൊരു പാഠമാകേണ്ടതല്ലേ? It has to become a lesson for us. പലരും പറയും ദൈവം എന്തിനാ ഇസ്രായേൽ മക്കളോട് മാത്രം ഇത്ര സ്പെഷ്യാലിറ്റി കാണിക്കുന്നത്? Many people say, why is God showing so speciality to the people of Israel? അവർ മാത്രമേ പ്രത്യേക ജനമുള്ളൂ. കർത്താവിന്റെ വലിയ നാമത്തിന് വീണ്ടും സ്തുതികളും സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. I give all thanks and glory to the name of God. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. The presence of the Lord is in our midst. കർത്താവിന്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും നമ്മുടെ കൂടെയുണ്ട്. The presence of the Lord is always with us. അവന്റെ സാന്നിധ്യം നമ്മുടെ ആത്മാവിലുണ്ട്. And his presence is in our spirit. അവന്റെ സാന്നിധ്യം നമ്മുടെ മേൽ വസിക്കുന്നുണ്ട്. His presence abides upon us. അവന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. And his presence is among us. അവന്റെ സാന്നിധ്യം പലപ്പോഴും വെളിപ്പെട്ടു വരുന്നത് നമ്മൾ നമ്മുടെ വാക്കുകൾ നിർത്തുമ്പോഴാണ്. So most of the time the presence ends when we ends our words. നമ്മുടെ ബഹളത്തിലല്ല അവന്റെ സാന്നിധ്യം വെളിപ്പെടുന്നത്. The presence of the Lord does not manifest when we shout. Amen. Amen. ഏലിയാവ് ആ ഗുഹയ്ക്കകത്തായിരിക്കുമ്പോൾ അവൻ ദൈവത്തെ പ്രതീക്ഷിക്കുന്ന സമയമായിരുന്നു. When Elijah was in the cave, he was expecting God. വലിയൊരു ഭൂമികുലുക്കം ഉണ്ടായി. There was a great earthquake. ആ ഭൂമികുലുക്കത്തിൽ ദൈവമില്ലായിരുന്നു. But the Lord was not in the earthquake. Amen. Amen. വലിയ പ്രകൃതിയിൽ വലിയ ഇളക്കമുണ്ടായി, വലിയ 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 തണ്ടർക്കം ഇടിയൊക്കെ ഉണ്ടായി. There was great thunder and great shaking of this nature. എന്നാൽ അവിടെ ദൈവമില്ലായിരുന്നു. But God was not in that. അതിനുശേഷം ഒരു മൃദുവായ സ്വരം അവൻ കേട്ടു. At the end he heard a very soft sound, soft voice, Amen. whisper. Amen. അതായത് നമ്മുടെ ഹൃദയം വളരെ ശാന്തമാകുമ്പോൾ, വളരെ ക്വയറ്റാകുമ്പോൾ, വളരെ 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 എന്താ പറയുന്നത്, നാം മിണ്ടാതിരിക്കുമ്പോൾ, So when our heart, when our soul becomes very quiet, when we become quiet, നമ്മുടെ സ്റ്റിൽനെസ്സിൽ, നമ്മുടെ ആ ശാന്തതയിലാണ് അവൻ്റെ സാന്നിധ്യം വെളിപ്പെടുന്നത്. his presence manifests in our stillness. Amen. Amen. നമ്മളത് പരിചയിക്കേണ്ട ആവശ്യമുണ്ട്. We need to study that. We need to learn that. നമ്മൾ പരിശീലിക്കേണ്ട We ആവശ്യമുണ്ട്. need to learn, exercise in that. നമ്മൾ ആരാധിക്കുമ്പോൾ വലിയ ശബ്ദത്തോടെ ആരാധിക്കും. When we worship with loud voice. വലിയ ശബ്ദത്തോടെ അവനെ സ്തുതിക്കും. And we worship him with our great voice. പക്ഷേ അവൻ്റെ ശബ്ദം കേൾക്കുന്നത് നമ്മൾ സ്വസ്ഥമാകുമ്പോഴാണ്. But we hear his voice when we become still. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഈ ദിവസങ്ങൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അളവുകൾ നമ്മുടെ മധ്യത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. In these days the presence of the Lord is increasing in our midst. അവൻ്റെ ഷെഖീന ഗ്ലോറി, അവൻ്റെ കാബോദ് നിശ്ചയമായി നമ്മിൽ നിറയും, നമ്മുടെ മധ്യത്തിൽ വെളിപ്പെട്ടിരിക്കും. And the presence of the Lord, the Shekinah glory, the kabod of God will manifest in our midst and will fill in us. നമ്മൾ അതിനുവേണ്ടി നിരന്തരമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മെ തന്നെ ഒരുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And we are continuously preparing ourselves and praying for this reason. ഇപ്പോൾ നമ്മുടെ ഫാസ്റ്റിംഗ് നടക്കുകയാണല്ലോ. And now our fasting prayer is going on. ഇന്ന് നമ്മുടെ 40 days ഫാസ്റ്റിംഗിൻ്റെ 13ാം ദിനമാണ്. Today is the 13th day of our 40 days of fasting. നമ്മുടെ പല കുഞ്ഞുങ്ങളും കണ്ടിന്യൂസ് ആയിരിക്കും, നിരന്തരമായ ഫാസ്റ്റിങ്ങിലായിരിക്കുന്നു. And many of our children are fasting continuously. നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മുടെ പല ടീം മെമ്പേഴ്സും പ്രാർത്ഥനയിലും ഫാസ്റ്റിങ്ങിലുമാണ്. Even in North India we have our teams who are fasting and in prayer. ദൈവം എല്ലാവരെയും അവൻ്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക. So God is preparing all of us for his great purpose. മോശയും യോശുവയും ഇസ്രായേൽ മക്കളും കാണാത്ത തരത്തിൽ, അവരനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള തേജസ്സിൻ്റെ പ്രകടനങ്ങൾ നമുക്ക് വേണ്ടി ദൈവം ചെയ്യും. And God is going to give us great manifestations of the glory of God that Moses or Joshua or the people of Israel could not see. Amen. Amen. പത്രോസും പൗലോസും യോഹന്നാനും കാണാത്ത തരത്തിലുള്ള തേജസ്സിൻ്റെ പ്രത്യക്ഷതകൾ ദൈവം ഈ സഭയ്ക്ക്, ഈ അന്ത്യ നൂറ്റാണ്ടിലെ സഭയ്ക്ക് വേണ്ടി ചെയ്യും. And God is going to do this
to manifest His glory for this end time church, that which Peter and Paul could not see. ആമേൻ. Amen. ഇസ്രായേൽ മക്കൾക്കോ ആദിമസഭയ്ക്കോ കാണാൻ കഴിയാത്ത, പ്രാപിക്കാൻ കഴിയാത്ത അളവിലുള്ള ദൈവമഹത്വം അന്ത്യകാല സഭയ്ക്ക് വേണ്ടി ദൈവം തുറക്കും. And God will open His glory for the end time church, that the first century church or the people of Israel or the apostles could experience or see. ഹല്ലേലൂയ. Hallelujah. നാം അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ്. And we are now in that prayer for that. ദൈവം നമ്മെ അതിനു വേണ്ടി And ഒരുക്കിക്കൊണ്ടിരിക്കുക. God is preparing us for that. കഴിഞ്ഞ നമ്മുടെ 40 days ഫാസ്റ്റിങ്ങിൽ ദൈവം തന്ന 3 ശബ്ദങ്ങളുണ്ട്. In our past 40 days of fasting, God has given 3 counsel, അത് 3 words. അത് വീണ്ടും നിങ്ങളെ ഓർപ്പിക്കുന്നത് ആ ദൈവത്തിൻ്റെ ആ പ്രവൃത്തി നമ്മിൽ ശക്തമായി നടക്കാൻ വേണ്ടിയാണ്. And I'm reminding this again to you, that the work of the Lord will happen with might in our midst. ദൈവം നമ്മുടെ അകത്തുള്ള എല്ലാ ദുർനിക്ഷേപങ്ങളെയും നീക്കിക്കൊണ്ടിരിക്കുകയാണ്. God is removing all the bad treasures that is within our hearts. ആദാമിന്റെ വീഴ്ചയിലൂടെ നമ്മുടെ അകത്തേക്ക് വന്നു ചേർന്ന അനേകമായ There ദുർനിക്ഷേപങ്ങളുണ്ട്. are lots of evil treasures that came into us through the fall of Adam. പിശാചിന്റെ പ്രോഡക്റ്റുകളായ അനേക ദുർനിക്ഷേപങ്ങൾ നമ്മുടെ അകത്തുണ്ട്. There are lots of evil treasures in us which is invested from Satan. അതെല്ലാം ദൈവം And God നീക്കിക്കൊണ്ടിരിക്കുകയാണ്. is removing all of that. പാഴും ശൂന്യമായ ഭൂമണ്ഡലത്തിൽ ആഴത്തിന്മേൽ പരിവർത്തിച്ച അതേ പരിശുദ്ധാത്മാവ് അതിലും ശക്തിയോടെ നമ്മുടെ അകത്ത് The പരിവർത്തിച്ചുകൊണ്ടിരിക്കുക. Holy Spirit, who was hovering over the face of this world which was formless and void, He is also hovering over us and working in us to change us. നമ്മുടെ ആത്മദേഹി ദേഹത്തിൽ പരിശുദ്ധാത്മ The Holy പരിവർത്തിച്ചുകൊണ്ടിരിക്കുക. Spirit is hovering over our spirit, soul and body. അവന് മാത്രമേ നമ്മെ വിശുദ്ധീകരിക്കാൻ കഴിയുകയുള്ളൂ. Only He can sanctify us. അവന് മാത്രമേ സൗഖ്യമാക്കാൻ Only കഴിയുള്ളൂ. He can heal us. പാഴും ശൂന്യമായ നമ്മുടെ ഹൃദയത്തെ പണിതെടുക്കാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ. Only the Holy Spirit is able to heal and restore our spirit, soul and body which is formless and void. നമ്മൾ ചെയ്യേണ്ടത് നിരന്തരം സമർപ്പിച്ചു കൊടുക്കുക. What we need to do is continuously surrender and submit to Him. സമ്പൂർണമായ അനുസരണത്തിലേക്ക് വരിക. And we need to come to complete obedience. ഓരോ നിമിഷവും സമർപ്പിച്ചു കൊടുക്കുക. We need to surrender every minute. എല്ലാ വിഷയങ്ങളിലും ദൈവത്തിന്റെ യേശു കർത്താവിന്റെ കർത്തൃത്വം വെളിപ്പെടാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. We need to surrender that the Lordship of Jesus Christ will manifest in every areas of our life. നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ മാത്രം മതി. And we need to desire and pray. കർത്താവ് And നിവർത്തിച്ചുകൊണ്ടിരിക്കുക. God will complete it in us. രണ്ടാമത് നമുക്കൊരു ഫൈനസ്റ്റ് ഓഫ് ഫെയ്ത്ത്, ചൈൽഡ് ലൈക്ക് ഫെയ്ത്ത്, അതിശ്രേഷ്ഠപരമായ ഏറ്റവും ഉന്നതമായ ശിശുസഹജമായ ഒരു വിശ്വാസം അവൻ തരികയാണ്. And secondly, God is giving us at the greatest and highest, or the faith that is like child, a childlike faith that is giving us. ഹല്ലേലൂയ. Hallelujah. കാരണം വിശ്വാസം കൂടാതെ ദൈവത്തിങ്കൽ നിന്ന് ഒന്നും പ്രാപിക്കാൻ കഴിയത്തില്ല. Because without faith no one can receive anything from God. നമ്മുടെ ഹൃദയത്തിൽ അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. And now we don't have that much faith in us. എന്നാൽ വിശ്വാസത്തിന്റെ ആത്മാവിനെ നമ്മുടെ അകത്ത് തന്ന് നമ്മുടെ അകത്ത് വിശ്വാസത്തെ വർദ്ധിപ്പിക്കുക. But He is giving us the spirit of faith within us, and He is increasing our faith. ഹല്ലേലൂയ. Hallelujah. അവൻ നമുക്ക് വിശ്വാസത്തിന്റെ വരം തരികയാണ്. He is giving us the gift of faith. വിശ്വാസത്തിന്റെ ആത്മാവിനെ He is തരിക. giving us the spirit of faith. നമ്മുടെ അകത്ത് ആ വിശ്വാസത്തെ And He വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. is increasing that faith within us. ദൈവം പ്രവർത്തിക്കുന്നത് അങ്ങനെ നമ്മുടെ അകത്ത് വിശ്വാസം ഉറയ്ക്കുമ്പോഴാണ്. And God works among us when our faith becomes strong. മൂന്നാമത്തത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആയിരുന്നു, ജഡത്തിൽ നിന്നും ആത്മാവിലേക്ക് സമ്പൂർണമായ ഒരു ഷിഫ്റ്റ് നടക്കണം. The third point is most important point, that is a great shift that will happen in us from walking in the flesh to walking in the spirit. ഹല്ലേലൂയ. Hallelujah. നമ്മൾ ഒരിക്കൽ ജഡത്തിൽ നടക്കുന്നവരായിരുന്നു. Once we were walking in the flesh, എന്നാൽ ഇനി നാം ജഡത്തിൽ നടക്കുന്നവരല്ല. but no longer we will walk in the flesh. പൂർണ്ണമായും ആത്മാവിൽ തന്നെ നടക്കുന്നവരായി ദൈവം നമ്മെ മാറ്റിക്കൊണ്ടിരിക്കുക. But God is changing us so that we will walk completely in the spirit. എന്നാൽ മിക്കപ്പോഴും നാം ജഡത്തിൽ വീണു പോകും. But many times still we fall into the flesh. നമ്മുടെ ചിന്തകൾ ജഡത്തിലാകും. And our thoughts will be in the flesh. നമ്മുടെ വാക്കുകൾ ജഡത്തിലാകും. Our words are in the flesh. നമ്മുടെ പ്രവർത്തനങ്ങൾ, ആക്ഷൻസ് ജഡത്തിലാകും. Our actions are in the flesh. അടുത്ത സെക്കൻഡിൽ വീണ്ടും ആത്മാവിലേക്ക് മടങ്ങുവാൻ ദൈവം നമുക്ക് കൃപ തരിക. But God is giving us the grace that we will shift from the flesh to the spirit in the next second. ജഡത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമുക്ക് നഷ്ടമുണ്ടാക്കും. When we work from our flesh, we will have losses. നമുക്ക് ആത്മസാന്നിധ്യം നഷ്ടപ്പെടും. We will lose the infilling of the spirit. നമ്മുടെ അകത്ത് ആത്മാവിനെ അനുഭവിക്കാൻ We കഴിയത്തില്ല. will not be able to experience the spirit within us. എന്നാൽ
അടുത്ത നിമിഷം നാം അത് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് വീണ്ടും ആത്മാവിലേക്ക് മാറ്റപ്പെടുകയാണ്. But the next moment itself, we are repenting and we are completely shifting to the Spirit. കഴിഞ്ഞ മിനിറ്റിൽ സംഭവിച്ച പാപത്തെക്കുറിച്ചോ ജഡത്തിന്റെ ജീവിതത്തെക്കുറിച്ചോ നഷ്ടത്തെക്കുറിച്ചോ അടുത്ത മിനിറ്റിൽ നാം ചിന്തിക്കേണ്ട ആവശ്യമില്ല. We don't have to think about our sin or our falling in the flesh. The last second, we should not think it the next second. കഴിഞ്ഞ മിനിറ്റിൽ ഉണ്ടായ പാപത്തിൻ്റെയോ ജഡത്തിൻ്റെയോ ഫലമായി ഉണ്ടായ നഷ്ടങ്ങളോ പാപത്തിൻ്റെ അവസ്ഥകളോ അതിൻ്റെ കുറ്റബോധമോ ഗിൽറ്റി കോൺഷ്യൻസോ നമുക്കിനി ആവശ്യമില്ല. We don't need the guilty conscience or the sin that we did or the guilty conscience that came because of committing sin that happened in the past minute. We don't need it now. കഴിഞ്ഞ മിനിറ്റിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അടുത്ത മിനിറ്റിൽ ചിന്തിക്കരുത്. That we should not think it at this moment what happened to us in the last minute. Amen. Hallelujah. 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 നമ്മൾ ഒരു വാക്കുകൊണ്ട് ഏറ്റുപറഞ്ഞ സകല പാപങ്ങളും ദൈവം മറന്നിരിക്കുക. When we confess and when we repent, every word that we repent, God has already forgotten. ഞാനൊരു ദേവദാസിയെക്കുറിച്ച് ഇങ്ങനെ കഥ കേട്ടിട്ടുണ്ട്. I once heard a story about a woman of God. അവരുടെ പേര് കാതറിൻ കുൽമാൻ. Her name is Catherine Kuhlman. ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഒരു സഹോദരി. And she was used by God. എന്നാൽ അവർ പെട്ടെന്ന് വഴിതെറ്റി. But suddenly she drifted from her ways. വിവാഹസ്ഥനായ ഒന്നോ രണ്ടോ മക്കളുള്ള ഒരു പുരുഷനെ വിവാഹം കഴിച്ചു. She married a man who was already married and had children. ഈ കാതറിൻ കുൽമാനെ വിവാഹം ചെയ്യുവാൻ ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഭാര്യ ഡിവോഴ്സ് ചെയ്തു. And to marry Catherine Kuhlman, this man divorced his own wife. എന്നാൽ ആ മാരേജ് ആ കുടുംബജീവിതം അധികം മുന്നോട്ട് പോയില്ല. And so this marriage life did not go forward for long. ദൈവത്തിന് ഈ സഹോദരി ആവശ്യമുള്ളതുകൊണ്ട് ദൈവം അവരെ വിടുവിച്ചു. And because God wanted to use this woman of God, God saved her. അവരുടെ അകത്തെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. She lost the peace within her. അവളുടെ സ്വസ്ഥത നഷ്ടപ്പെട്ട് അവൾ വളരെ ഭാരത്തിലായി. She lost the peace and she was depressed. അവസാനം അവൾ വലിയൊരു തീരുമാനമെടുത്തു ഈ ബന്ധം ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി മാത്രം നിൽക്കാൻ. And she finally decided that she will reject this relationship and walk for God. അവളുടെ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഡിവോഴ്സ് ചെയ്തിട്ട് അവൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വീണ്ടും ഇറങ്ങി. So she divorced her husband and she came into doing the ministry of God. കഴിഞ്ഞ തലമുറയിൽ ദൈവം ആ സഹോദരിയെ വളരെ അതിശക്തമായിട്ട് ഉപയോഗിച്ചു. And God has used her in the past generation very mightily. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം അവരോട് ഉണ്ടായിരുന്നു. And the great presence of the Holy Spirit was with her. ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം അവരിലൂടെ ചെയ്തെടുത്തു. And God has done many great miracles and wonders through her. അങ്ങനെ ഒരു മീറ്റിംഗിൽ അവർ മിനിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, നിങ്ങൾക്ക് ശുശ്രൂഷിപ്പാൻ യോഗ്യതയില്ല. So when she was ministering, one woman from the congregation spoke to her and said, you have no right to minister. നിങ്ങൾ ഒരു ഡിവോഴ്സിയാണ്, നിങ്ങൾ സ്ത്രീയാണ്, മാത്രമല്ല നിങ്ങൾ വിവാഹമോചനം നടത്തിയ ആളാണ്, നിങ്ങൾക്ക് യോഗ്യതയില്ല ശുശ്രൂഷിപ്പാൻ. She said, you are a woman and also you are divorced, so you have no right to minister. അപ്പോൾ കാതറിൻ കുൽമാൻ പറഞ്ഞു, അത് വേറെ ഒരു സ്ത്രീയാണ്, ഞാനല്ല. So Catherine Kuhlman said to her, it must be someone else, I'm not that person. ആ വ്യക്തി ഞാനല്ല, അത് മറ്റാരോ ഉണ്ടാണ്. She said, I'm not that person, it was someone else. എന്താ പറയാൻ കാരണം? You know why she said that? ദൈവം അവരകത്ത് അത്ര വലിയ ബോധ്യം കൊടുത്തിരുന്നു, അതായത് നിന്റെ കഴിഞ്ഞ നിമിഷത്തെ ജീവിതത്തെ ഞാൻ ഇനി ഓർക്കുന്നില്ല. Because God has given her confirmation that I don't remember your past life. Amen. Amen. ഏറ്റുപറഞ്ഞ ദൈവസന്നിധിയിൽ അനുദപിച്ച മാനസാന്തരപ്പെട്ട യാതൊരു പാപങ്ങളെയോ അത് എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും ദൈവം പിന്നീട് ഓർക്കുന്നില്ല. Once you repent, although the sin must be greater or smaller, God is not remembering it again. Amen. Amen. അതുകൊണ്ട് കഴിഞ്ഞ മിനിറ്റിലെ യാതൊരു വീഴ്ചകളും ഈ മിനിറ്റിൽ നാം ഓർക്കേണ്ട ആവശ്യമില്ല. So at this moment you don't have to remember any of your past mistake that you did even in the last minute. കഴിഞ്ഞ മിനിറ്റിൽ നിങ്ങൾ ജഡത്തിലായിരുന്നു. The last minute you were in the flesh. അടുത്ത മിനിറ്റിൽ ആത്മാവിലാകണം. But the next minute you can be in the spirit. കഴിഞ്ഞ മിനിറ്റിന്റെ പ്രവൃത്തിയുടെ യാതൊരു കുറ്റബോധവും നമ്മുടെ അകത്ത് ആവശ്യമില്ല. And you don't need any guilty conscience of the sin that you committed the last minute. അങ്ങനെ നിരന്തരമായ ആത്മാവിൽ നടക്കുവാൻ
ദൈവം നമ്മെ So അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കും. God is teaching us to walk continuously in the Spirit. ഹല്ലേലൂയ. Hallelujah. ദൈവം നമ്മളെ അവൻ്റെ ആ കാബോദിനെ സ്വീകരിപ്പാൻ തക്കവണ്ണം So ഒരുക്കിക്കൊണ്ടിരിക്കുക. God is preparing us that we may receive His kabod. ഈ 40 days ഫാസ്റ്റിംഗിൽ ദൈവം തന്ന ശബ്ദമുണ്ട്. So even in this 40 days of fasting, God has given a word. ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വിൽ, അവൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ്, സമ്പൂർണമായ ദൈവഹിതം തിരിച്ചറിഞ്ഞ് അതിനകത്ത് ജീവിക്കാൻ, അതിനുവേണ്ടി പ്രാർത്ഥിപ്പാൻ, അതിനുവേണ്ടി നമ്മെ ഒരുക്കാൻ കർത്താവ് നമുക്ക് വലിയ കൃപ തരികയാണ്. God is giving us a great grace that we may know the perfect will of God and walk in it and live in it. ഹല്ലേലൂയ. Hallelujah. അതായത് ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വിൽ, സമ്പൂർണമായ ദൈവഹിതമുണ്ട്. There is a perfect will of God. ആമേൻ. Amen. ദൈവം തൻ്റെ വചനത്തിൽ അവൻ്റെ പെർഫെക്റ്റ് വിൽ, സമ്പൂർണ്ണ ഹിതം എന്താണെന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. And God has revealed to us in the scriptures about His perfect will. ഞാൻ ചില വാക്യങ്ങൾ മാത്രം കാണിക്കാം. I'll just show you some of the scriptures. ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപാട് പുസ്തകം വരെ ദൈവം നമ്മെക്കുറിച്ച് എന്തെല്ലാം എഴുതി വച്ചിട്ടുണ്ടോ അതെല്ലാം ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലിലുള്ള കാര്യമാണ്. Whatever God has written for us from Genesis to Revelation concerning us, all of them is under the perfect will of God. അതെല്ലാം നമ്മുടെ അവകാശമാണ്. It's all our inheritance. ആമേൻ. Amen. അത് വചനങ്ങളാകാം, It can be word of God, കൽപ്പനകളാകാം, can be commandments, can വാഗ്ദത്തങ്ങളാകാം, be promises. എല്ലാം ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ല. It's all the perfect will of God. അതിനെ മുഴുവനായിട്ട് അങ്ങ് സ്വീകരിച്ചോണം. We need to completely receive it. എല്ലാം ഒന്നും മനസ്സിലായില്ലെങ്കിലും Even though you don't understand all of it, അതങ്ങ് സ്വീകരിച്ചോണം. just receive it. ആമേൻ. Amen. അവിടെ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. Don't ask many questions. അവിടെ സംശയത്തിന്റെ ഒന്നും ഇട കൊടുക്കരുത്. Don't give space for doubt. എനിക്കിപ്പോഴും ബൈബിളിൽ ഗ്രഹിക്കാൻ കഴിയാത്ത വാക്കുകളുണ്ട്. There are many scriptures in the Bible that I don't understand still. പക്ഷേ എനിക്കൊരു സംശയം അതിനെക്കുറിച്ച്. But I have no doubt about it. എനിക്ക് അതിനെക്കുറിച്ച് ഒരു ചോദ്യവുമില്ല. I have no question about it. അതെന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ എനിക്ക് സ്വീകരിക്കാം. Whatever is said, I receive it like that. അത് നിങ്ങളോട് പ്രസംഗിക്കണമെങ്കിൽ എനിക്കത് വെളിപ്പാടായെങ്കിലും ചെയ്യത്തുള്ളൂ. But I need to receive the revelation if I have to preach it to you. Okay, നിങ്ങളെ പഠിപ്പിക്കാൻ ഞാനത് പ്രാപിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. If I have to teach to you, I have to receive it as a revelation. പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് സ്വീകരിപ്പാൻ എനിക്ക് ഒരു വെളിപ്പാടിന്റെ ആവശ്യമില്ല. But to receive it to myself, I don't need revelation. കർത്താവ് എന്തു പറഞ്ഞിരിക്കുന്നുവോ അതുപോലെ സ്വീകരിക്കുക. What Jesus said, I receive it like that. അവന്റെ ഹിതമാണ്. That is His will. ഹല്ലേലൂയ. Hallelujah. എന്നാൽ But നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നടക്കേണ്ടുന്ന അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങളുണ്ട്. But there are things that we need and some things happen in our life, like day-to-day life. അതിനെക്കുറിച്ച് പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. But that is not written in the scriptures. അത് നമ്മുടെ അകത്തെ ആത്മാവിലുണ്ട്. But that is in our inner spirit. പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ ഹിതം നമ്മുടെ ആത്മാവിലുണ്ട്. The will of God is in the Holy Spirit dwelling in our spirit. ഓരോ നിമിഷവും പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം. So we need to obey the Holy Spirit every minute. പരിശുദ്ധാത്മാവ് ദൈവഹിതം നമ്മളോട് നിരന്തരമായി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. And the Holy Spirit is continuously revealing the will of God to us. അതായത് ഇപ്പം നമുക്കൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യണം. For example, we need to travel to a place. അത് പോകണമോ പോണ്ടായോ എന്ന് ദൈവാത്മാവിന്റെ നിയോഗം പ്രാപിക്കണം. We need to receive the guidance of the Holy Spirit if we must go or not. നമുക്കൊരു ബിസിനസ്സിൽ ഏർപ്പെടണം. We need to do a business. പഠിക്കാൻ നമുക്കൊരു കോഴ്സിൽ നമുക്ക് ചേരണം. We need to select a course for studying. അല്ലെങ്കിൽ നമുക്കൊരു മറ്റു രാജ്യത്തേക്ക് യാത്ര ചെയ്യണം. Or we want to travel to another country. എന്തുമാകട്ടെ, whatever it might be. അതിനെല്ലാം ദൈവത്തിന്റെ ഹിതം നമ്മുടെ ആത്മാവിൽ നമ്മൾ തിരിച്ചറിയണം. For whatever reason is it, we need to understand the will of God from our spirit. അത് പ്രവാചകന്മാർ മുഖാന്തരം അല്ല തിരിച്ചറിയേണ്ടത്. We should not go for a prophet to know this. ആ ദൈവത്തിന്റെ പദ്ധതിയല്ല. It's not the purpose. It's not the will of God. നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ ഹിതമുണ്ട്. The will of God is in our spirit, in the Holy Spirit who എന്നാൽ abides with us. നമ്മുടെ അകത്ത് വന്ന ദൈവത്തിന്റെ ഹിതം
പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പ്രയാസമുണ്ടാകാം. Well, many times it might be hard for us to realize or know the will of God that is in us. ആ ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കിയാലും ഒരു പക്ഷേ നമുക്കൊരു ഉറപ്പുണ്ടാകത്തില്ല. And sometimes even if you understand the will of God, many times we are not confirmed about that will of ആ God. ദൈവത്തിന്റെ ഹിതം നമ്മൾ മനസ്സിലാക്കി എങ്കിലും അത് നടക്കാതിരിക്കുമ്പോൾ നമുക്കൊരു ഒരു ചാഞ്ചാട്ടം ഉണ്ടാകാം. And sometimes when we understand the will of God, but when it does not happen in our life, we may waver. Amen. Amen. അവിടെ ദൈവം തന്റെ പ്രവാചകനെ അയക്കും. That is where God will send his prophets. Amen. Amen. ദൈവം ഒരിക്കലും ഒരു ദൈവത്തിന്റെ മക്കളോട് ഒരു പ്രവാചകനിലൂടെ അല്ല സംസാരിക്കുന്നത്. God does not speak to his children through a prophet. ദൈവം നമ്മോട് നേരിട്ട് God സംസാരിക്കുന്നത്. speaks to us directly. നമ്മുടെ അകത്തെ ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചനകൾ എല്ലായ്പ്പോഴും ഉണ്ട്. The counsel of God is always in the Holy Spirit who abides within our spirit. പക്ഷെ തിരിച്ചറിയാൻ കഴിയാതെ വരുമ്പോൾ But when we are not able to understand it, അവിടെ നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ പറ്റാത്ത കേൾക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളപ്പോൾ when we have the circumstances that we are not able to understand the voice of God, അവിടെ സംശയമുള്ളപ്പോൾ when we have doubts, അതിനെ ഉറപ്പിക്കാൻ ദൈവം പ്രവാചകനെ അയക്കും. to confirm the will of God, God will send his prophets. വ്യക്തമാണോ? Am I clear? ഹല്ലേലൂയ. Hallelujah. നമ്മൾ പ്രവാചകനെ തേടി പോയാൽ അത് ദൈവത്തിന് ഇഷ്ടമല്ല. If we go finding a prophet, God does not like that. ദൈവം നമ്മളെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക. God loves us, all of us, equally. നമ്മളെല്ലാവരും അവന്റെ ശബ്ദം ശരിയാവണ്ണം കേൾക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. And God desires that we will hear his voice very clearly. ഹല്ലേലൂയ. Hallelujah. അവിടെ നമുക്ക് ക്ലാരിറ്റി ഇല്ലാതെ വരുമ്പോൾ, കേട്ട ശബ്ദത്തിൽ നമുക്ക് ഉറപ്പില്ലാതെ വരുമ്പോൾ, ആശയക്കുഴപ്പമുണ്ടെങ്കിൽ, സംശയമുണ്ടെങ്കിൽ, അത് വെളിപ്പെടാൻ താമസിക്കുന്നെങ്കിൽ അവിടെ ദൈവം നമുക്ക് വേണ്ടി പ്രവാചകനെ അയക്കുകയാണ്. And when we have no clarity or when we have doubts and when we are not yet confirmed about the voice that we hear, God sends his prophet there. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന്റെ ഹിതം ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. So the will of God has been written in this book. അനുദിനമുള്ള ജീവിതത്തിന്റെ ദൈവത്തിന്റെ ഹിതം പരിശുദ്ധാത്മാവിൽ നമ്മുടെ അകത്ത് വെച്ചിട്ടുണ്ട്. And the will of God for our daily life has been kept in the Holy Spirit who abides within us. ഇത് നമ്മൾ ചെയ്തു പോരേണ്ടുന്ന ശുശ്രൂഷകളും സൽപ്രവർത്തികളും ദൈവം ലോക സ്ഥാപനത്തിന് മുന്നമേ ഒരുക്കി വെച്ചിട്ടുമുണ്ട്. And all the works that we have to do, all the good works and ministry that we have to do, God has already decided it before the foundation of this world. അതെല്ലാം ഒരുക്കി വെച്ചിരിക്കുക. He has already prepared it before the foundation of this world. ഈ ഭൂമിയിൽ ഞാൻ ചെയ്യേണ്ട ശുശ്രൂഷകൾ, all the works or the serving that I have to do in this world, the ministry that I have to do, ഞാൻ ചെയ്യേണ്ട സൽപ്രവർത്തികൾ, the good works that I have to do, അതിനുള്ള എല്ലാ നന്മകളും ലോക സ്ഥാപനത്തിന് മുന്നമേ ഒരുക്കി വെച്ചിട്ടുണ്ട്. all the goodness all the good things or the goodness that I need to do all this work, God has already prepared before the foundation of this world. Amen. Amen. ഞാൻ അതിനൊന്നും വചനം എടുക്കുന്നില്ല. I'm not taking all the scriptures for that. Hallelujah. Hallelujah. അപ്പോൾ ഞാൻ എന്തിനാണ് ഇനി പ്രാർത്ഥിക്കണ്ടേ? So what should I pray now for? ഞാൻ എന്തിനാണ് What പ്രാർത്ഥിക്കണ്ടേ? should I pray for? എൻ്റെ കുറെ ഇഷ്ടങ്ങൾ ദൈവത്തോട് വന്ന് പറയാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. I should not come before God to speak all the desires of my heart. നമുക്ക് ഒത്തിരി ഇഷ്ടങ്ങളില്ലയോ? We have many desires. Amen. Amen. നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളില്ലയോ? We have many desires. ആ നമ്മുടെ മുഴുവൻ ആഗ്രഹങ്ങളും വന്ന് ദൈവത്തോട് പറയാൻ വേണ്ടിയല്ല പ്രാർത്ഥന. We don't come to God to pray that we may tell all our desires to God. പിന്നെ എന്തിനാ പ്രാർത്ഥന? But why do we pray for? നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയാൻ വേണ്ടിയാണ് പ്രാർത്ഥന. But we are praying that we may know the perfect will of God regarding us. Amen. Amen. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം അവന്റെ ഹിതം എഴുതി വെച്ചിരിക്കുക. God has written his perfect will in the Holy Bible. അതൊന്ന് തിരിച്ചറിയാൻ, അതൊന്ന് വെളിപ്പെടാൻ, അതൊന്ന് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കാൻ വേണ്ടിയാണ് എൻ്റെ പ്രാർത്ഥന. And now my prayer is to understand this will of God, to receive the revelation and that Holy Spirit may reveal it to me. Hallelujah. 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 പരിശുദ്ധാത്മാവ് എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനത്തിലുള്ള ദൈവത്തിന്റെ ഹിതങ്ങൾ എനിക്ക് വെളിപ്പെടുത്തണം, അതിനുവേണ്ടിയാണ് എൻ്റെ പ്രാർത്ഥന. And now my prayer is that the Holy Spirit will reveal to me all the perfect will of God that is written
written in the scriptures. ഹല്ലേലൂയ. Hallelujah. രണ്ടാമതായി അനുനിമിഷം അനുദിനമുള്ള എൻ്റെ ജീവിതത്തിൻ്റെ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് വെളിപ്പെടാൻ വേണ്ടിയാണ് പ്രാർത്ഥന. And secondly, I pray that everything that I need for my daily life, all the will of God for my daily life has to be revealed to me. ഹല്ലേലൂയ. Hallelujah. ഇങ്ങനെ കേട്ടെ, വളരെ ശ്രദ്ധിക്കണം. അതായത് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും എനിക്ക് എന്താണ് ആവശ്യമെന്ന് ദൈവത്തിന് അറിയത്തുള്ളൂ. So only God knows what I need for my life. ഹല്ലേലൂയ. Hallelujah. കാര്യം എൻ്റെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവിന് എൻ്റെ ഭൂതകാലം അറിയാം, എൻ്റെ വർത്തമാനകാലം അറിയാം, എൻ്റെ ഭാവി കാലം അറിയാം. Because the Holy Spirit who dwells within me knows my past, my present and my future. എനിക്ക് നാളെ എന്താണ് ആവശ്യമെന്ന് പരിശുദ്ധാത്മാവിന് അറിയത്തുള്ളൂ. Only the Holy Spirit knows what I need tomorrow. എനിക്ക് ഇന്ന് ഒത്തിരി പണത്തിന്റെ ആവശ്യമുണ്ട്. Today I need much money. Amen. Amen. എന്നാൽ അത്രയും പണം എനിക്ക് വേണമോ ഇല്ലയോ എന്ന് ആർക്കേ അറിയത്തുള്ളൂ. But who knows that if I need this much money or not? നാളെ എനിക്ക് എന്ത് ആവശ്യമെന്ന് ആർക്കേ അറിയത്തുള്ളൂ. Who knows what I need tomorrow? പരിശുദ്ധാത്മാവിനെ അറിയത്തുള്ളൂ. Only the Holy Spirit who knows. ഞാൻ എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? So what am I praying for? ദൈവത്തിന്റെ ഹിതം അറിയാൻ വേണ്ടിയാ. To know the will of God. നമ്മുടെ ഹിതം ദൈവത്തെ അടിച്ചേൽപ്പിക്കാനല്ല പ്രാർത്ഥന. We are not praying that we may give all our will and desires to God. സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. But usually we pray like that. എല്ലാം പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ഹിതം എല്ലാം അങ്ങോട്ട് പറഞ്ഞ് ലാസ്റ്റ് ഒരു കർത്താവേ എങ്കിലും എൻ്റെതല്ല നിന്റെ ഹിതം നടക്കട്ടെ. After we say all our will and desires to God, at the end we pray, not my will but your will be done. ദൈവം ആഗ്രഹിക്കുന്നില്ല. But God does not desire like that. ഹല്ലേലൂയ. Hallelujah. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ ഹിതം അറിയാൻ വേണ്ടിയാ. We are praying that we may know the will of God. Amen. Amen. ദൈവം നമുക്ക് വേണ്ടി എല്ലാം ശ്രേഷ്ഠകരമായി ഒരുക്കി വെച്ചിരിക്കുകയാണ്. God has already prepared every great blessings for us. ഹല്ലേലൂയ. Hallelujah. ഞാൻ കഴിഞ്ഞ പറഞ്ഞു. I have already said this last week. ഞാനൊരു ഭൂമിയിൽ അപ്പനാണ്. I am a father in this world. എനിക്ക് ഈ ഭൂമിയിൽ എന്ത് നന്മയുണ്ടെങ്കിലും അല്ല എൻ്റെ പ്രാപ്തിക്കൊത്തവണ്ണം നന്മ ഒരുക്കുന്നത് എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയായിരിക്കും. And everything that I have in this world, all the blessings and that I prepare is for my children. അപ്പോൾ എൻ്റെ പ്രാപ്തിക്കൊത്തവണ്ണം എൻ്റെ സ്റ്റാൻഡേർഡിനൊത്തവണ്ണമാണ് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി കരുതാൻ പോകുന്നത്. And I prepare according to my standard for my children. ഹല്ലേലൂയ. Hallelujah. സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് വല്ലതും തരുന്നത് അവൻ്റെ സ്റ്റാൻഡേർഡിനൊത്തവണ്ണമായിരിക്കും. So the Father in heaven also gives us something according to his standard. നമുക്ക് ഒത്തിരി വാക്യങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന പദ്ധതികൾ എത്ര എത്ര ശ്രേഷ്ഠമാണ്. So we have many scriptures how great is the purpose that God is preparing for us. നമ്മുടെ വിചാരമല്ല അവന്റെ വിചാരം. His thoughts, our thoughts are not his thoughts. നമ്മുടെ വഴിയല്ല അവന്റെ വഴി. Our ways are not his ways. അവന് നമ്മെക്കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട്. God has a great plan for us. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവനാണെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഏറ്റവും വലുതായിരിക്കും. Even though you are the least in the kingdom of God, God's purpose concerning you will be greatest. Amen. Amen. ആത്മീയമായ വിഷയത്തെക്കുറിച്ച് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി ഭയങ്കര വലുതായിരിക്കും. The God's plan concerning your spiritual life will be greatest. ഭൗതികമായ നിങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വളരെ വലുതായിരിക്കും. The plan of God regarding your earthly life will be greatest. നിങ്ങൾ പ്രാർത്ഥിക്കാനൊക്കെ പോകുന്നത് ചോദിക്കാനൊക്കെ പോകുന്നത് നിങ്ങളുടെ ജീവിത നിലവാരത്തിന് അനുസരിച്ചുള്ള പ്രാർത്ഥനകളും ചോദ്യങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ. So when you go to pray to God, you pray and ask things concerning the level or the way of life that you have. പക്ഷെ ദൈവം അവൻ്റെ സ്റ്റാൻഡേർഡിനൊത്തവണ്ണം നിങ്ങൾക്ക് അനേക ആത്മീയ ഭൗതിക നന്മ തരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. But God has already decided to give you great spiritual blessings and earthly blessings compared to his standard. അത് ഒരുക്കി വെച്ചിരിക്കുക. It's already prepared for you. അത് ലോക സ്ഥാപനത്തിന് മുന്നമേ ഒരുക്കി വെച്ചിരിക്കുക. And he has prepared it before the foundation of this world. ആ വാക്യമെങ്കിലും ഒന്ന് കാണിക്കാം. എന്നെ നോക്കിയാട്ട് നിങ്ങൾ. I'll read that scripture for you. എഫേഷ്യൻസ് From Ephesians അതിൻ്റെ 2-ാം അധ്യായം. chapter 2. ഹല്ലേലൂയ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം. Ephesians chapter 2 അതിൻ്റെ 10-ാം വാക്യം. verse 10. നോക്കണേ, ശ്രദ്ധിക്കണേ. എഫേഷ്യൻസ് 2:10.
Ephesians 2 verse 10. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. For we are his workmanship, created in Christ Jesus for good works. ആമേൻ. നാം ദൈവത്തിൻ്റെ കൈപ്പണിയാണെന്ന്. We are the workmanship ദൈവം of God. നമ്മളെ സൃഷ്ടിച്ചിരിക്കുക. God has created us. ഉൽപ്പത്തിയിൽ അവൻ്റെ കൈകൊണ്ട് നിലത്തെ മണ്ണെടുത്ത് നമ്മെ സൃഷ്ടിച്ചു. In Genesis, God took sand with his own hand and created us. ഇപ്പോൾ യേശു ക്രിസ്തുവിൽ നമ്മെ അവൻ വീണ്ടും പുനഃസൃഷ്ടിച്ചു. And now in Jesus Christ he has created us newly again. Amen. Amen. നമ്മൾ അവന്റെ പുതിയ സൃഷ്ടിയാക്കി. Now we are his new creation. അതെന്തിനു വേണ്ടിയാ? Why? സൽപ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയാ. That we may do good works. അപ്പോൾ എല്ലാ ദൈവമക്കളും എല്ലാ തരത്തിലുമുള്ള സൽപ്രവൃത്തി ചെയ്യണം. So all the children of God should do all kinds of good works. Hallelujah. Hallelujah. Amen. Amen. പക്ഷേ ഈ സൽപ്രവൃത്തി ചെയ്യാൻ നാം പ്രത്യേകിച്ച് ഒന്നും ഒരുക്കേണ്ട ആവശ്യമില്ല. So now to do these good works we don't have to prepare anything. വചനം പറയുന്നു, The word of God says, നാം ചെയ്ത് പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. and God has prepared beforehand that we should walk in them. Amen. Amen. ഞാൻ എന്തൊക്കെ സൽപ്രവൃത്തിയാണോ ചെയ്യേണ്ടത് അത് ദൈവം മുന്നൊരുക്കിയിട്ടുണ്ട്. Whatever good works that I should do, God has already prepared it beforehand. Amen. Amen. ആഗ്രഹിച്ചില്ലല്ലേ? ലോകസ്ഥാപനത്തിന് മുന്നമേ ദൈവം എന്നെ അറിഞ്ഞു. God knows me before the foundation of this world. ഈ ഫോർ നോളജ്, മുന്നറിവ്, അത് വളരെ ശ്രേഷ്ഠകരമായ വിഷയമാണ്. It's a great thing, the foreknowledge of God. ദൈവം നമ്മെ മുന്നറിഞ്ഞു. God has known us before. ആ മുന്നറിഞ്ഞപ്പോൾ തന്നെ നാം ഈ ഭൂമിയിൽ ചെയ്തു പോരേണ്ടുന്ന സകല കാര്യങ്ങളും അവൻ നമുക്ക് വേണ്ടി ഒരുക്കി. And when he has known us before all this, God has prepared beforehand everything for us that we may walk in them. ആദമിനെ സൃഷ്ടിക്കും മുമ്പ് അവൻ എന്തൊക്കെ വേണമോ അതെല്ലാം അവിടെ ഒരുക്കി വെച്ചു. Before creating Adam, God has already prepared everything needed for Adam. Amen. Amen. എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ട് ആ ഒരുക്കിയ കാര്യത്തിലേക്ക് പ്രവേശിക്കാനാണ് ദൈവം ആദമിനെ സൃഷ്ടിച്ചത്. And after he has prepared everything, God has created Adam that he may enter into what God has prepared for him. ക്രിസ്തുവിൽ നമ്മെ പുനഃസൃഷ്ടിച്ചപ്പോൾ ദൈവം നാം ചെയ്തു പോരേണ്ടുന്ന സകല പ്രവൃത്തികൾക്കുമുള്ള എല്ലാ വസ്തുവകകളും എല്ലാ നന്മകളും ലോകസ്ഥാപനത്തിന് മുന്നമേ ഒരുക്കി വെച്ചിട്ടുണ്ട്. And now when God has created us new in Christ Jesus, he has already prepared everything before the foundation of this world for us. അതാണ് എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം. That is the will of God concerning me. എന്നാൽ അതറിയാതെ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യുക. But I am not knowing this and I'm doing many things by my own. ഞാൻ എൻ്റെ അധ്വാനം ചെയ്യുക. I'm doing my own work. ദൈവം ഒരുക്കിയ കാര്യങ്ങൾ അറിയുന്നില്ല. And I'm not knowing what God has prepared for me. അപ്പോൾ എൻ്റെ പ്രാർത്ഥന എന്തിനു വേണ്ടിയാ? What should be my prayer for? ദൈവം എനിക്ക് വേണ്ടി ഞാൻ ചെയ്തു പോരേണ്ടത് മുന്നൊരുക്കിയ കാര്യങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ് പ്രാർത്ഥന. That I am praying that I may know what God has prepared beforehand that I should walk in it. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മുടെ പ്രാർത്ഥന. So our prayers are to know the will of God. ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വിൽ, തികഞ്ഞ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് അത് പ്രവർത്തിക്കാൻ നാം തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹമായിരിക്കും. And when we begin to know the will of God, the perfect will of God, and to walk in it, our lives will be changed. Amen. And will be blessed. ദൈവം നമ്മിൽ പ്രസാദിക്കാൻ And God will be pleased in our life. ഹല്ലേലൂയ. Hallelujah. യേശു കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ രണ്ടാമത്തെ വാചകം നമുക്കറിയാം. We know the second prayer point in the prayer which Jesus Christ taught. സ്വർഗ്ഗത്തിലെ പോലെ നിന്റെ ഇഷ്ടം ഭൂമിയിലാകണം. Your will be done on earth as it is in heaven. സ്വർഗ്ഗത്തിൽ ദൈവത്തിന്റെ ഹിതം മാത്രമേ നടക്കത്തുള്ളൂ. In heaven, only the will of God happens. ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് സ്വർഗ്ഗത്തിലുള്ള ഒരു ദൂതന്മാരോടും സ്വർഗ്ഗത്തിൽ എത്തിച്ചേർന്ന ഒരു ദൈവമക്കളോടും ദൈവത്തിന് പറയേണ്ട ആവശ്യമില്ല. And God does not have to tell about his will to any angels or the men of God who women of God who have reached heaven. അവർക്കറിയാം. They know it.
Amen. Amen. ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് അവർക്കറിയാം. They know what is the will of God. ഹല്ലേലൂയ. Hallelujah. ഭൂമിയിൽ ജഡത്തിൽ ജീവിക്കുന്ന നമുക്ക് ദൈവത്തിന്റെ പെർഫെക്റ്റ് വിൽ അറിയത്തില്ല. But on earth, for us who live in the flesh, we do not know the perfect will of God. Amen. Amen. അതിനാണ് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ടത്. And that is why we need to pray continuously. ഈ പുസ്തകത്തിൽ എഴുതി വെച്ച എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് ആണെങ്കിലും ഞാനത് വായിക്കാതെയും പഠിക്കാതെയും ഗ്രഹിക്കാതെയും അതിൻ്റെ വെളിപ്പാട് പ്രാപിക്കാതെയും ഇരുന്നാൽ എനിക്കിതൊന്നും മനസ്സിലാകത്തില്ല. Even though the perfect will of God is written in these scriptures, when I'm not receiving it, when I'm not reading, understanding or receiving the revelation, I'm not understanding any of this will of God. ഹല്ലേലൂയ. അപ്പോൾ അതിനുവേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം. So I need to pray continuously for this. എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്. The Holy Spirit is within me. ദൈവത്തിന്റെ ഹിതം എൻ്റെ ആത്മാവിലുണ്ട്. The will of God is in my spirit. പക്ഷെ നിരന്തരം പ്രാർത്ഥിക്കുന്നെങ്കിൽ മാത്രമേ എൻ്റെ ആത്മാവിലുള്ള ദൈവത്തിന്റെ ഹിതം എൻ്റെ ബുദ്ധിയിലേക്കും മനസ്സിലേക്കും ഇറങ്ങി വരത്തുള്ളൂ. But only if I pray continuously, the will of God that is in my spirit will come down to my brain and to my understanding. എൻ്റെ ബുദ്ധിക്കും എൻ്റെ മനസ്സിനും ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയാൻ പ്രാപ്തിയില്ല. My brain, my understanding and my mind has no capacity to understand the will of God. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ നമുക്ക് ശ്രേഷ്ഠമായ ഒരു വചനം തന്നിട്ടുണ്ട്. God has given us a beautiful scripture in Romans. 12-ാം അധ്യായം Romans chapter 12. അതിന്റെ 2-ാം വാക്യം. Verse 2. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. And do not be conformed to this world, but be transformed by the renewing of your mind, that you may prove what is that good and acceptable and perfect will of God. Amen. Amen. ദൈവത്തിന്റെ ഹിതം പൂർണ്ണതയുള്ളതാ. The will of God is complete and perfect. അത് നന്മയും പ്രസാദവും നിറഞ്ഞതാണ്. It's full of goodness and it is acceptable to God. ആ ദൈവത്തിന്റെ ഹിതം നാം തിരിച്ചറിയണം. Now we need to understand and know this will of God. അത് നമ്മുടെ മനസ്സിനെ പുതുക്കേണ്ട ആവശ്യമുണ്ട്. And for that reason we need to renew our mind. ഓരോ നിമിഷവും എൻ്റെ മനസ്സിനെ ഞാൻ പുതുക്കണം. I need to renew my mind every minute. ഞാൻ അങ്ങനെ മനസ്സിനെ പുതുക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. And I'm praying that my mind may be renewed. എൻ്റെ പ്രാർത്ഥനയിലൂടെ, വചന വായനയിലൂടെ, ധ്യാനത്തിലൂടെ, വചന കേൾവിയിലൂടെ എൻ്റെ മനസ്സ് പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുക. When I pray, when I read the Bible, when I meditate on the word of God continuously, my mind is being renewed. എൻ്റെ മനസ്സ് ഈ ലോകത്തിന് അനുരൂപമായ മനസ്സാണ്. My mind is conformed to this world. ലോകം എഴുതിയ അതിന്റെ എഴുത്തുകൾ എൻ്റെ മനസ്സ് നിറഞ്ഞിരിക്കുക. And my mind is full of the writings of this world. ഞാൻ ആഗ്രഹിക്കാത്ത എല്ലാ കാര്യങ്ങളും എൻ്റെ മനസ്സിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. And it's already written in my mind which things I do not like. ആ ലോകം എഴുതിയ എഴുത്തുകളെ എൻ്റെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്യണം. And now I need to remove all the writings of this world which is in my mind. അതിനെന്റെ മനസ്സിനെ പുതുക്കണം. And for that I need to renew my mind. ഞാൻ ക്രമേണ രൂപാന്തരപ്പെടണം. And slowly I need to be transformed. യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമായി ഞാൻ രൂപാന്തരപ്പെടണം. I need to be transformed and be conformed to the image of Jesus Christ. യേശുക്രിസ്തുവിന് പിതാവിന്റെ എല്ലാ ഹിതവും കൃത്യമായിട്ട് അറിയാം. Jesus Christ knows all the perfect will of God. കാരണം അവൻ വചനമാണ്. Because he is the word. അവൻ ആത്മാവാണ്. Because he is the spirit. അവൻ ആത്മാവിൽ നടക്കുന്നതുകൊണ്ട് and he is walking in the spirit. അവൻ ലോകത്തിന്റെ കാലഗതിക്ക് ലോകത്തിന്റെ ഇഷ്ടത്തിന് നടക്കാത്തതുകൊണ്ട് and because he does not walk according to this world, അവന് ദൈവത്തിന്റെ ഹിതമറിയാം. he knows the will of God. അതുകൊണ്ട് ദൈവം തന്റെ പുത്രനിൽ സമ്പൂർണ്ണമായി പ്രസാദിച്ചു. And that is why the Father was completely pleased in his son. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു സ്വർഗ്ഗം തുറന്ന് പിതാവ് വിളിച്ചു പറഞ്ഞു. And Father God opened the heavens and spoke and said that this is my beloved son in whom I am well pleased. കാരണം ദൈവത്തിന്റെ ഹിതം മാത്രം ചെയ്തതുകൊണ്ടാണ്. Because he only did the will of God. ദൈവം നമ്മിൽ പ്രസാദിക്കണമെങ്കിൽ, സമ്പൂർണ്ണമായി പ്രസാദിക്കണമെങ്കിൽ നാമും യേശുവിനെ പോലെ ദൈവത്തിന്റെ ഹിതം മാത്രം ചെയ്യുന്നവരാകണം. If God has to be well pleased with us, we also should become like Jesus, doing only the will of God. നാം അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. And we are praying for this reason. ദൈവഹിതം തിരിച്ചറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. We are praying to know the will of God. അങ്ങനെ നടന്ന
ഒരു മനുഷ്യനെക്കുറിച്ച് മാത്രം വേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. I'm going to speak about one person who walked like this, and we will conclude our message. ദൈവത്തിൻ്റെ വഴികളിൽ നടന്ന അബ്രഹാമിനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ കാണിച്ച് നാം പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. I'm going to show some scriptures about Abraham who walked in the will of God. നിങ്ങൾ അബ്രഹാമിൻ്റെ ചരിത്രം പഠിച്ച് മുന്നോട്ട് അബ്രഹാമിൻ്റെ കാലശേഷം ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ഇസ്രായേൽ മക്കളുടെ ഒക്കെ കാലഘട്ടം വരുമ്പോഴും ദൈവം അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് ഇവരോട് വർത്തമാനം പറയാറുണ്ട്. After when you read from the scriptures, after the time period of Abraham, during the time of Isaac, Jacob, God has been taking the name of Abraham and speaking to them. നിന്റെ പിതാവായ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവാ. God says that because of your father Abraham, I will bless you. Amen. Amen. അബ്രഹാമിനെ ഓർത്തതുകൊണ്ട് ദൈവം ലോത്തിനെ വിടുവിച്ചു. Because he remembered Abraham, he delivered Lot. ലോത്തിന് വിടുതൽ ലഭിക്കാനായിട്ടുള്ള യോഗ്യതയൊന്നുമില്ല. Lot did not have any any worthiness that he might be saved or delivered. ദൈവത്തിന്റെ ന്യായവിധി സോദോം ഗോമോറ വരാൻ വേണ്ടി പോവാ. And the judgment of God was going to come upon Sodom and Gomorrah. ദൈവം അബ്രഹാമിനെ ഓർത്തു. But God remembered Abraham. അതുകൊണ്ട് ലോത്തിനെ വിടുവിച്ചു. And that is why he delivered Lot. Amen. Amen. ഒത്തിരി വാക്യങ്ങളുണ്ട് ഇങ്ങനെ. So we have many scriptures like this. എന്തുകൊണ്ടാണ് ദൈവം അബ്രഹാം എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നത്? Why did God give such great importance to this person Abraham? ഇന്ന് ലോകത്തിൽ പലരും പറയും ദൈവം അബ്രഹാമിനോട് പക്ഷാഭേദം കാണിച്ചു. Today many people in this world say God showed partiality to Abraham. എന്തുകൊണ്ട് അബ്രഹാമിന്റെ സന്തതികളായ ഇസ്രായേൽ മക്കളെ ദൈവം ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? Why is God protecting the descendants of Abraham, the people of Israel? ഇന്ന് ലോകം മൊത്തം ചർച്ച ചെയ്യുന്ന യഹൂദന്മാരെ കുറിച്ചാ. Today the whole world discusses about the Jewish people. ഇന്നത്തെ യഹൂദന്മാരെ ദൈവം ഇങ്ങനെ കരുതുന്ന കാര്യമെന്താ? Why is God saving and protecting the people of Israel? അവരുടെ നന്മ കൊണ്ടല്ല. It's not because of their goodness. ഇസ്രായേൽ മക്കളിൽ വലിയൊരു കൂട്ടവും നിരീശ്വരവാദികളാണ്. A great number of people among the Jewish people are atheists. ഇന്നത്തെ യഹൂദന്മാരിൽ വലിയൊരു കൂട്ടവും നിരീശ്വരവാദികളാണ്. Today a great number of Jewish people are atheists. അവർക്ക് യഹോവയെ അറിയേണ്ട ആവശ്യമില്ല. They don't want to know the Jehovah അവർക്ക് God. ദൈവത്തിൽ വിശ്വാസമില്ല. They don't believe in God. ഒരു ചെറിയ കൂട്ടം ഭയങ്കര ഫെയ്ത്തിലാ. But a small group of people are in much faith. പക്ഷേ ഇവരെ എല്ലാം ഈ യഹൂദന്മാരെ എല്ലാം ദൈവം അനുഗ്രഹിക്കാൻ കാര്യമെന്താ? But what is the reason that God is blessing all these Jewish people? അബ്രഹാം. Because of Abraham. അബ്രഹാം. It's because of Abraham. എന്താ അബ്രഹാമിന്റെ പ്രത്യേകത? What is the specialty of Abraham? ഒരു വാക്യം വായിച്ചു കേൾപ്പിക്കാം. I'll read one scripture for you. ഉൽപ്പത്തി 18 അധ്യായം Genesis chapter 18 19 വാക്യം. verse 19. നിങ്ങൾ വീട്ടിൽ പോയി ഇതൊക്കെ ഒന്ന് വീണ്ടും വായിക്കണേ. You need to go home and read all these scriptures again. ദൈവം അബ്രഹാമിനെ ഇങ്ങനെ അനുഗ്രഹിക്കാൻ കാര്യമെന്താ? Why did God bless Abraham like this? യഹോവ 18 അധ്യായം 19 വാക്യം ഉൽപ്പത്തി. Genesis chapter 18 verse 19. യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത് അവര് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. For I have known him in order that he may command his children and his household after him, that they keep the way of the Lord, to do righteousness and justice, that the Lord may bring to Abraham what he has spoken to him. ദൈവം അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തു, നല്ല കാര്യമാണ്. God gave promises to Abraham. It's very good. ആ വാഗ്ദത്തങ്ങളെല്ലാം നിവർത്തിക്കണമെന്ന് ഉറപ്പില്ല. But there is no necessary that these promises should be fulfilled. ദൈവം വാഗ്ദത്തം കൊടുത്തു. God has given the promises. പക്ഷേ വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ ദൈവം വ്യവസ്ഥ വെച്ചു. But if they have to receive these promises, God has given a condition. ഈ പോയിന്റ് ശ്രദ്ധിക്കണം. You need to listen to this point. ദൈവം വാഗ്ദത്തങ്ങൾ കൊടുക്കുന്നു. God gives promises. പക്ഷേ ആ വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ ദൈവം ചില വ്യവസ്ഥ വെക്കും. But to receive these promises, God keeps certain conditions. ആ വ്യവസ്ഥയിൽ വാഗ്ദത്തം പ്രാപിച്ചവൻ നടന്നെങ്കിൽ മാത്രമേ
ആ വാഗ്ദത്തത്തിന്റെ അനുഗ്രഹങ്ങൾ അതുപോലെ ആ വ്യക്തിക്ക് So ലഭിക്കത്തുള്ളൂ. now this person who received the promises has to walk in this condition, and to fulfill this condition, only then he will receive the promises. ദൈവം അബ്രഹാമിന് വലിയ വാഗ്ദത്തങ്ങൾ So കൊടുത്തു. God has given Abraham great promises. പക്ഷെ അത് ചെയ്യണമെങ്കിൽ നിവൃത്തിയാകണമെങ്കിൽ അവൻ ചില കാര്യം ചെയ്യണം. But if that promises has to be fulfilled, he has to do some things. ഒറ്റ വാക്കിൽ പറയാം, I'll say in one word, അവന് യഹോവയുടെ വഴിയിൽ നടക്കണം. he has to walk in the way of the Lord. ആമേൻ. Amen. എന്ത് യഹോവയുടെ വഴി? What is the way of the Lord? നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിന്റെ ഹിതം. The perfect will of God to do righteousness and justice. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിന്റെ ഹിതമാണ് ദൈവത്തിന്റെ വഴി. The way of the Lord is the good, perfect and acceptable will of God. ആമേൻ. ഹല്ലേലൂയ. Hallelujah. ആ വഴിയിൽ അബ്രഹാം നടക്കണം. God, and Abraham has to walk in അവൻ മാത്രം നടന്നാൽ പോരാ, and not only Abraham has to walk, അവന്റെ മക്കളോട് പറയണം, but he has to command his children അവന് ശേഷം വരുന്ന തലമുറയോട് പറയണം. and all the children that comes after his children. എന്നെ കേട്ടെ നിങ്ങൾ ഉത്സാഹിച്ചിരുന്നേ. നീതിയും ന്യായവും എന്തെന്ന്, ദൈവത്തിന്റെ വഴി എന്തെന്ന് അബ്രഹാം അവന് ശേഷം വരുന്ന തലമുറകളെ പഠിപ്പിക്കണം. Abraham must command his children and his children's children what is the way of the Lord, what is the righteousness and what is justice. അബ്രഹാമിന്റെ തലമുറയിൽ അധികം ആർക്കും ദൈവത്തെ അറിയത്തില്ല. During the time of Abraham, many people did not know God. ലോകത്തിന്റെ വഴി നടക്കുക. The world was walking in its own ways. എന്നാൽ ദൈവത്തിന്റെ വഴി, ദൈവത്തിന്റെ ന്യായം, ദൈവത്തിന്റെ നീതി എന്ത് ലോകത്തെ അറിയത്തില്ല. And the people of this world does not know the way of the Lord, the righteousness of God and justice. അത് അബ്രഹാമിന് വെളിപ്പെടുത്തി But കൊടുക്കുക. God has revealed it to Abraham. ഇനി അവൻ അത് അനുസരിക്കണം. Now Abraham must obey it. ദൈവത്തിന്റെ വഴി And നടക്കണം. he has to walk in the way of the Lord. അവന്റെ തലമുറകളെ അഭ്യസിപ്പിക്കണം. And he has to command and teach his children. അങ്ങനെ ചെയ്താൽ And if he does like that, ദൈവം അരുളി ചെയ്ത എല്ലാ വാഗ്ദത്തങ്ങളും അവന് നിവർത്തിച്ചു if കൊടുക്കും. he does like that, whatever promises God has promised, he will fulfill it for him. അബ്രഹാം ദൈവത്തിന്റെ എല്ലാ വഴികളിൽ നടന്നു. And Abraham walked in all the ways of God. ദൈവത്തിന്റെ എല്ലാ കൽപ്പനകളും And he അനുസരിച്ചു. obeyed all the commandments of God. അന്ന് ന്യായപ്രമാണം എഴുതി കൊടുത്തിട്ടില്ല. At that time, God did not write the commandments to him. ദൈവത്തിന്റെ പ്രമാണം പറഞ്ഞിട്ടില്ല. He did not say all the commandments to him. പക്ഷെ വ്യക്തിപരമായി ദൈവം അബ്രഹാമിനോട് അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. But personally, God has revealed everything to Abraham. അതായത് ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങളും വ്യവസ്ഥകളും എഴുതി കൊടുത്തിട്ടില്ല. That the commandments on the laws of God was not written and given to Abraham. അത് കൊടുത്തത് ഇസ്രായേൽ ജനത്തിന് മോശ മുഖാന്തരമാണ്. But it was given to people of Israel through Moses. ഇതെല്ലാ കാര്യങ്ങളും ദൈവം അബ്രഹാമോട് സംസാരിച്ചു. But all these things God has spoken to Abraham. വായിക്ക് ഉൽപ്പത്തി 26. Chapter 26, Genesis 26. ഇങ്ങനെ പുസ്തകം എടുത്തേ. ഉൽപ്പത്തി 26 Genesis 26, 4-ാം വാക്യം. verse 4. ദൈവം പറയാണ്. God is saying, പറയുന്നത് ഇസാക്കിനോട് പറയാ. God is saying to Isaac, 4-ാം വാക്യം. verse 4. അബ്രഹാം എൻ്റെ വാക്ക് കേട്ട് എൻ്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ച്. ഇത്ര മതി. നോക്കി വായിച്ചേ. And I will make your descendants multiply as the stars of heaven, because Abraham obeyed my voice, kept my charge, my commandments, my statutes and my laws. 5 കാര്യം പറയാം. 5 things we can see here. ഇതാണ് അബ്രഹാം എൻ്റെ വാക്ക് കേട്ടു, Abraham obeyed my voice, എൻ്റെ നിയോഗം, and he kept my charge, കൽപ്പനകൾ, my commandments, ചട്ടങ്ങൾ, my statutes പ്രമാണങ്ങൾ and my laws. ആചരിച്ചു. And he kept all of it. ഇതിനെക്കുറിച്ച് എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? Has this been written anywhere അബ്രഹാമിന് കൊടുത്ത കൽപ്പനകൾ, about these commandments given to Abraham, ചട്ടങ്ങൾ, the charges given to Abraham, പ്രമാണങ്ങൾ, the laws, നിയോഗങ്ങൾ the statutes? എഴുതി വെച്ചിട്ടുണ്ടോ? Is it written? ഇല്ല. It's not written. എന്നാൽ ദൈവം അബ്രഹാമിനോട് ഓരോ സമയത്തും, അതായത് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ലാത്ത അനേക കാര്യങ്ങൾ ദൈവം അബ്രഹാമിന് വെളിപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട്. That is,
even though it's not written, God has spoken in many times to Abraham about his commandments. അതെല്ലാം അബ്രഹാം അനുസരിച്ചു. And Abraham obeyed all of it. അങ്ങനെ അബ്രഹാം അനുസരിച്ചതുകൊണ്ട് And now because Abraham obeyed the voice of God, ഇസ്ഹാക്കേ ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവാ. Isaac, I will bless you. കണ്ടോ? ഇനി അതിന്റെ വാക്ക് 24. Now verse 24. അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി. ആർക്കാ? ഇസ്ഹാക്കിന്. Now God revealed himself, appeared to Isaac. ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാകുന്നു. I am the God of your father Abraham. നീ ഭയപ്പെടേണ്ട. Do not fear. ഞാൻ നിന്നോട് For കൂടെയുണ്ട്. I am with you. എന്റെ ദാസനായ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ സന്തതി വർദ്ധിപ്പിക്കും. I will bless you and multiply your descendants for my servant Abraham's sake. Amen. Amen. എന്തുകൊണ്ടാണ് ദൈവം അബ്രഹാമിന്റെ തലമുറകൾ അനുഗ്രഹിച്ചത്? Why did God bless the descendants of Abraham? എന്തുകൊണ്ടാണ് ഇന്നും ഇസ്രായേൽ ദൈവം അനുഗ്രഹിക്കുന്നത്? Why is God still blessing the people of Israel? ഒരൊറ്റ മനുഷ്യൻ, Because of one person, അബ്രഹാം, Abraham, ദൈവത്തിന്റെ സകല പ്രമാണങ്ങളും the അനുസരിച്ചു. one who obeyed all the commandments of God, ദൈവത്തിന്റെ ചട്ടങ്ങളിൽ and he നടന്നു. walked in the ways of God, ദൈവത്തിന്റെ വഴികളിൽ and നടന്നു. he walked in the laws of God, ദൈവത്തിന്റെ നിയോഗങ്ങളെ സ്വീകരിച്ചു. and he received the charges of God. അതുകൊണ്ട് ആ ഒരു മനുഷ്യന്റെ അനുസരണം 1000 തലമുറകളിലേക്ക് വരികയാണ്. And because of this obedience of this one man, the blessing is coming to thousands of generations. ഹലോ, ദൈവത്തിന്റെ വഴിയിൽ അബ്രഹാം നടന്നപ്പോൾ, ദൈവത്തിന്റെ ഹിതം അവൻ ചെയ്തപ്പോൾ, അതിൻ്റെ അനുഗ്രഹങ്ങൾ ഇന്നും അവന്റെ തലമുറയ്ക്ക് വന്നുകൊണ്ടിരിക്കുക. Because Abraham obeyed the commandments of God, just because Abraham obeyed, the blessings have come to even now to the people of Israel. Amen. Amen. നമുക്കിതൊരു പാഠമല്ലേ? Now this is a lesson for us. നമുക്കിതൊരു പാഠമാകേണ്ടതല്ലേ? It has to become a lesson for us. പലരും പറയും, ദൈവം എന്തിനാ ഇസ്രായേൽ മക്കളോട് മാത്രം ഇത്ര സ്പെഷ്യാലിറ്റി Many കാണിക്കുന്നത്? people say, why is God showing so speciality to the people of Israel? അവർ മാത്രമേ പ്രത്യേക ജനമുള്ളൂ. ദൈവത്തിന് ഇനി അവനോട് പറഞ്ഞ ഒരു കാര്യവും നിവർത്തിക്കാതിരിക്കാൻ കഴിയത്തില്ല. And now God cannot refrain himself from fulfilling all the promises that he gave him. ഹല്ലേലൂയ. Hallelujah. അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹങ്ങൾ തലമുറകളോടും എല്ലാ തലമുറകളോടും Now the ആവർത്തിച്ചുകൊണ്ടിരിക്കുക. promise that God gave to Abraham, he is repeating to all his generations. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു മുഖാന്തരം ദൈവം നമുക്ക് വലിയ കൃപ തന്നിരിക്കുക. My beloved people, God has given us great grace through Jesus Christ. പരിശുദ്ധാത്മാവിനെ നമ്മുടെ അകത്ത് തന്നിരിക്കുക. And he has given us the Holy Spirit within us. ഈ പുസ്തകം എഴുതി നമ്മുടെ കയ്യിൽ And he has തന്നിരിക്കുക. given us this written scriptures. തന്റെ പുത്രനെ തന്നത് മുഖാന്തരം നമുക്ക് സകലവും തന്നിരിക്കുക. And now when he has given us his son, he has given us all things. നമുക്ക് അവന്റെ ഹിതത്തെ നഷ്ടപ്പെടുത്താൻ Now കഴിയത്തില്ല. we cannot lose we cannot lose the will of God. നാം ഓരോ നിമിഷവും പിതാവിന്റെ ഹിതത്തിൽ നടക്കുമ്പോൾ അവന്റെ ഹൃദയം നമ്മിൽ പ്രസാദിക്കുക. When we walk in the will of God every minute, his heart will be pleased upon us. നമ്മൾ ദൈവത്തിന്റെ ഹിതത്തെ തിരിച്ചറിയണമെന്ന് കർത്താവ് God ആഗ്രഹിക്കുന്നു. desires that we recognize, we know the will of God. എഴുതപ്പെട്ട വചനത്തിലെ ഹിതത്തെ തിരിച്ചറിയാൻ കർത്താവ് God ആഗ്രഹിക്കുന്നു. desires that we know the will of God that is written in the scriptures. നമ്മുടെ അകത്ത് വന്ന പരിശുദ്ധാത്മാവിൽ വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ഹിതങ്ങളെ തിരിച്ചറിയാൻ കർത്താവ് God ആഗ്രഹിക്കുന്നു. desires that we will know the will of God that has been placed in the Holy Spirit who is dwelling in അത് us. തിരിച്ചറിയാൻ നാം നിരന്തരമായി പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് And God ആഗ്രഹിക്കുന്നു. desires that we pray continuously that we may know this will of God. നാം നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടത്, ഉപവസിക്കേണ്ടത് ദൈവഹിതം തിരിച്ചറിയാൻ We വേണ്ടിയാണ്. need to continuously pray and fast to know the will of God. നമ്മുടെ ഹിതം നടത്തിപ്പാൻ നാം പ്രാർത്ഥിക്കേണ്ട We ആവശ്യമില്ല. don't need to pray so that our desires and will might be fulfilled. നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ താല്പര്യങ്ങളും അല്ല പ്രാർത്ഥിക്കേണ്ടത്. We should not pray for our desires, our wants and our needs. എനിക്കറിയാം, ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ല് മാത്രമല്ലാതെ ദൈവത്തിന്റെ പെർമിസീവ് വില്ലുണ്ടെന്ന് എനിക്കറിയാം. I know that there is also the permissive will of God. അവിടെ നമുക്ക് ദൈവത്തോട് ചിലതൊക്കെ ചോദിക്കാം. There we can ask certain things to God. അത് ദൈവത്തിന്റെ പെർമിസീവ് അനുവദനീയമായ ഹിതത്തിൽ അവൻ ചെയ്തു തരും. And in his permissive will, he will do it for us. പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്ന നാം പെർഫെക്റ്റ് വിൽ തിരിച്ചറിയണമെന്ന്. But God desires that we will know his perfect will. അതിന് അവന്റെ
വചനം നമ്മുടെ കൂടെയുണ്ട്. And for that reason his word is with us. അവന്റെ ആത്മാവ് നമ്മുടെ His അകത്തുണ്ട്. spirit is within us. ഈ 40 days ഫാസ്റ്റിംഗിൽ ദൈവം സഭയെ നടത്താൻ ആഗ്രഹിക്കുന്നത് അവന്റെ പെർഫെക്റ്റ് സമ്പൂർണമായ ഹിതത്തിലേക്ക് പ്രവേശിക്കാനാണ്. So in these 40 days of fasting, God desires that he may lead us into his perfect will. ആ പെർഫെക്റ്റ് വില്ലിൽ സമ്പൂർണമായ ദൈവഹിതത്തിൽ നടക്കുമ്പോൾ പിതാവിന്റെ ഹൃദയം പ്രസാദിക്കാൻ തുടങ്ങും. And when we walk in the perfect will of God, the heart of the Father will be pleased. ആ ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതത്തിൽ നടക്കുന്നവരുടെ മുമ്പിൽ പിശാച് വന്ന് അടിയറവ് പറയും. And Satan will come and bow before such people who obey and walk in the will of God. സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ സാത്താനെ നമ്മുടെ കാൽ കീഴാക്കി ചതച്ചു കളയും. And the God of peace will crush Satan under our feet shortly. അതെപ്പോഴാണ്? When does that happen? നമ്മുടെ അനുസരണം പൂർണ്ണമാകും. When our obedience is fulfilled. നമ്മുടെ അനുസരണം പൂർണ്ണമാകുമ്പോൾ സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ സാത്താനെ നമ്മുടെ കാൽ കീഴെ ചതച്ചു കളയും. When our obedience is fulfilled, the God of peace will crush Satan under our feet shortly. ദൈവത്തിന്റെ ഹിതം അതറിഞ്ഞ് അതിൽ നടക്കുമ്പോഴാണ് നമ്മുടെ അനുസരണം പൂർണ്ണമാകുന്നത്. When we know the will of God and when we walk in it, that is when our obedience is fulfilled. ദൈവത്തിന്റെ ഹിതം അറിഞ്ഞ് അത് അനുസരിക്കുമ്പോൾ നാം സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നു. And when we know the will of God and when we walk in it, we will enter into the rest of God. നമ്മുടെ അകത്ത് സ്വർഗ്ഗം വെളിപ്പെടാൻ തുടങ്ങുന്നു. And the heaven will manifest within us. ദൈവത്തിന്റെ സ്വസ്ഥത നാം അനുഭവിക്കാൻ And we തുടങ്ങും. will start experiencing the rest of God. ദൈവ സമാധാനം അനുഭവിക്കാൻ And we will തുടങ്ങും. experience the peace of God. ദൈവികാനന്ദം നാം അനുഭവിക്കാൻ And we will തുടങ്ങും. experience the joy of the Lord. അവൻ നമ്മുടെ ഹൃദയത്തെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. And he will anoint our heart with the oil of അവന്റെ gladness. ആനന്ദ നദിയിൽ നിന്നും നമ്മെ And കുടിപ്പിക്കുമാറാക്കുന്നു. he will enable us to drink from the river of joy. യേശു ക്രിസ്തു നടന്നതുപോലെ നാം ഈ ഭൂമിയിൽ നടക്കാൻ തുടങ്ങുന്നു. And we will start to walk in this world just like Jesus walked in this world. അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. That is the perfect will of ആ God. ദൈവത്തിന്റെ ഹിതമാണ്. This is the will of God. അവൻ നമ്മെ യേശുവിനെ പോലെ രൂപാന്തരപ്പെടുത്താൻ And ആഗ്രഹിക്കുന്നു. he decides that he makes us like his son Jesus. അതിനുവേണ്ടി പരിശുദ്ധ ആത്മാവ് നമ്മിൽ And the പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. Holy Spirit is hovering over us for this നമുക്ക് reason. ഇന്ന് ശ്രദ്ധയോടെ ചില നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപേക്ഷിക്കാം. Let us carefully pray and ask God for this grace. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. Let us stand together and pray. ഇന്ന് ദൈവത്തിന്റെ വചനം നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നെങ്കിൽ ആ വന്ന വചനപ്രകാരം സമർപ്പിക്കാം. If the word of God has come near you, according to that word, we can pray. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയാൻ ദൈവം നമുക്ക് വലിയ കൃപ തന്നിരിക്കുക. To know that perfect, good and acceptable will of God, God is giving us great grace. അവന്റെ വചനം നമുക്ക് എഴുതി കയ്യിൽ തന്നിരിക്കുക. He has written and given his word in our hands. അവന്റെ പരിശുദ്ധാത്മാവിനെ അകത്ത് തന്നിരിക്കുക. And he has given us his Holy Spirit within us. അവന്റെ അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാരെ, ഇടയന്മാരെ നമ്മുടെ മേൽ വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഹിതത്തിൽ നമ്മെ നടത്താൻ And വേണ്ടിയാണ്. he has appointed his apostles, prophets and teachers upon us to lead us into the will of God. സ്വർഗ്ഗത്തിലെ അനേകമായ ദൂതന്മാരെ നമുക്ക് വേണ്ടി അയച്ചു തന്നിരിക്കുന്നത് നാം ദൈവത്തിന്റെ ഹിതത്തിൽ നടക്കാൻ വേണ്ടിയാണ്. And God has given us his angels to minister to us that we may know and walk in the will of the പിതാവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം നാം അവന്റെ ഹിതം തിരിച്ചറിയണമെന്നാണ്. The greatest desire of our Father is that we may know his will. പിതാവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം നാം അവന്റെ ഹിതത്തിൽ നടക്കണമെന്നാണ്. And his greatest desire is that we may walk in his perfect will. യേശു നടന്നതുപോലെ, Just like Jesus walked. യേശു ജീവിച്ചതുപോലെ, Just like Jesus lived. യേശു Just ശുശ്രൂഷിച്ചതുപോലെ like Jesus ministered. ആയിത്തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. That is God decides that we become like Jesus. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. നമുക്കൊന്ന് സമർപ്പിക്കാം. Let us surrender. കർത്താവേ, നിന്റെ സമ്പൂർണ്ണ ഹിതം എനിക്ക് വെളിപ്പെട്ടു വരുവാൻ സഹായിക്കണമേ. Father, help me that I may understand your perfect will.
ഞങ്ങൾ ഈ ലോകത്തിന്റെ കാലഗതിക്ക് കോഴ്സ് ഓഫ് ദിസ് വേൾഡ് ഒത്തു നടന്നവരാണ്. We were walking according to the course of this world. ഞങ്ങൾ ഞങ്ങളുടെ ജഡ മനസ്സിന്റെ ഇഷ്ടപ്രകാരം നടന്നിരുന്ന വ്യക്തികളാണ്. We were walking according to the desires of our flesh. ഞങ്ങൾ പിശാചിന്റെ ഇഷ്ടങ്ങൾ നിവർത്തിച്ചുകൊണ്ട് നടന്നിരുന്ന കാലഘട്ടം There ഉണ്ടായിരുന്നു. was a time when we were fulfilling the desires and the will of Satan. ഞങ്ങൾ ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് ജീവിച്ചൊരു കാലഘട്ടം We were ഉണ്ടായിരുന്നു. walking as the Gentiles walked. ഞങ്ങളുടെ ജഡം പറയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ച കാലഘട്ടം There was a ഉണ്ടായിരുന്നു. time when we walked according to all what our flesh spoke to us. കർത്താവ് ഞങ്ങൾക്ക് ഇനിമേലാൽ അവിടുന്ന് പറയുന്ന കാര്യപ്രകാരം തന്നെ ജീവിക്കണം. But Father, from now onwards, we want to walk according to only your will. നിന്റെ വഴിയിൽ നടക്കണം. We want to walk only in your ways. നിന്റെ ഇഷ്ടം മാത്രം ചെയ്യണം. We want to fulfill only your desires. ഞങ്ങൾക്ക് വലിയ കൃപ ആവശ്യമാണ്. We need great grace. വലിയ കൃപ We ആവശ്യമാണ്. need much grace. ഞങ്ങൾക്ക് ഓരോ നിമിഷവും അവിടുത്തെ ഹിതം അറിയണം പിതാവേ. We need to know your will every minute of our life. ഓരോ നിമിഷവും നിന്റെ ഹിതത്തിൽ മാത്രം നടക്കണം And പിതാവേ. we want to walk in your will every minute of our life. ഞങ്ങൾ പലപ്പോഴും തെറ്റിപ്പോകുന്നവരാണ് കർത്താവേ. Many times we fall away. ഞങ്ങൾക്ക് ഇന്ന് വലിയ കൃപ വേണം. But today we need much grace. ഇന്ന് വലിയ കൃപ വേണം. Today we need much ഇന്ന് വലിയ grace. കരുണ വേണം. We need mercy. അവിടുത്തെ ഹിതം തിരിച്ചറിയാൻ വേണ്ടി And പ്രാർത്ഥിക്കുന്നു. we pray that we may know your will. ഓ ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് അപേക്ഷിക്കുന്നു. We together ask you, Father. നിങ്ങളുടെ വായ് തുറന്ന് ദൈവത്തിൽ പ്രാർത്ഥിക്കാമോ? Let us open our mouth and pray to God. നിങ്ങളുടെ അനുദിന ജീവിതത്തിന്റെ കാര്യങ്ങൾ ദൈവത്തിന് ഇഷ്ടം വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാമോ? You can pray that the will of God will happen in your day-to-day life. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ മേൽ ദൈവത്തിന്റെ ഹിതം വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാമോ? Can you pray that the will of God will manifest in your education? നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ ദൈവത്തിന്റെ പെർഫെക്റ്റ് വിൽ മാത്രം വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാമോ? Can you pray that the will of God, only the perfect will of God will manifest in your job and business? നിങ്ങളുടെ മാരേജിൽ, നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ പ്രോഗ്രാം എല്ലാത്തിനകത്തും ദൈവത്തിന്റെ ഹിതം മാത്രം വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാമോ? You can pray that the perfect will of God will happen in your marriage and all your future endeavors. നിങ്ങളുടെ സൽപ്രവർത്തികളിൽ ദൈവത്തിന്റെ ഹിതം മാത്രം വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാമോ? You can pray that in all the good works that you do, only the perfect will of God will manifest. നിങ്ങളുടെ ശുശ്രൂഷകളിൽ, സഭാജീവിതത്തിൽ, മിനിസ്ട്രിയിൽ ദൈവത്തിന്റെ ഹിതം മാത്രം വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാമോ? You can pray that the perfect will of God will manifest in your ministry, in your church and in your family life. നമ്മുടെ അനുസരണം പൂർണ്ണമാക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. God desires that our obedience might be fulfilled. അബ്രഹാം ദൈവത്തിന്റെ വഴികളിൽ നടന്നു, അതുപോലെ നമ്മെ നടത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. Abraham walked in all the ways of God, and God desires that he leads us also in the same. യേശു കർത്താവ് ദൈവത്തിന്റെ വഴികളിൽ മാത്രം നടന്നു, അതുപോലെ നമ്മെ നടത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. Jesus Christ only walked in the will of the Father, and he desires that we also be led in that same way.